രാമക്ഷേത്ര കൊള്ളയിൽ അറസ്റ്റിലായവരുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ SITക്ക് ലഭിച്ചു. മോഷ്ടിച്ച കോടികൾ പങ്കുവയ്ക്കുന്നതിൽ തർക്കമുണ്ടായിരുന്നതായാണ് സൂചന. ഇതിനിടെ രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിന്റെ യോഗം ഇന്ന് രാമക്ഷേത്ര കോംപ്ലക്സിൽ ചേരും. രാമക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്ന് ക്ഷത്രിയ പരിഷത്ത് ആവശ്യപ്പെട്ടു. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നു. ബസന്ത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് യോഗം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ചാറ്റുകൾ പുറത്തു വന്നല്ലോ. എന്താണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ? ഇന്ന് 3 മണിക്ക് രാമക്ഷേത്ര കോംപ്ലക്സിനകത്താണ് ഇപ്പോൾ യോഗം ചേരുന്നത്. നേരത്തെ പ്രസിഡന്റിൻ്റെ ആ താമസ സ്ഥലത്ത് യോഗം ചേരാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഗോപാല നൃത്യദാസ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, മടങ്ങി വന്ന്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഓൺലൈനായിട്ടായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 3 മണിക്ക് പ്രധാനമായും ആലോചിക്കുന്നത് 2 പേർ രാജിവെച്ചിട്ടുണ്ട്. അതായത് ട്രസ്റ്റ് സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായും അനിൽ മിശ്രയും രാജിവെച്ചത് ആ രാജി അംഗീകരിക്കണമോ എന്നുള്ളത്, പിന്നീട് ട്രസ്റ്റിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യം, ഭരണസമിതി ഉടച്ചു വാർക്കുക, അതിന് ഒരു CEO വേണമോ എന്നുള്ള കാര്യം, ഈ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ അല്ലെങ്കിൽ സംഭാവനകൾ എങ്ങനെയാണ് ഇനി അതിൻ്റെ അക്കൗണ്ടിങ്ങും അതിൻ്റെ ഓഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്രത്തോളം സുതാര്യമാക്കാം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് 3 മണിക്ക് ചേരുന്ന ട്രസ്റ്റ് യോഗത്തിൽ തീരുമാനമാവുക. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ SITയുടെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ചമ്പത് റായ്ക്കെതിരെ FIR എടുത്തേക്കുമെന്നുള്ള ചില സൂചനകളാണുള്ളത്. പണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ അറസ്റ്റിലായപ്പോൾ 8 പേരുടെ നിന്നുള്ള ചാറ്റുകൾ, വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് തുടരുന്നു എന്നുള്ളതാണ്. ലക്ഷങ്ങളിലായിരിക്കില്ല കൊള്ള നിൽക്കുക, കോടികളിലേക്ക് കടക്കുമെന്നുള്ളൊരു സൂചനയാണ് SIT നൽകുന്നത്. ഇത് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അല്പസമയം മുമ്പ് ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് പി ബസന്ത് പങ്കുവച്ചത്.